മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ച് 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഉയർന്നു കേട്ട ഏറ്റവും വലിയ ഭീതികളിൽ ഒന്നാണ് ജനസംഖ്യാ സ്ഫോടനം എന്ന ആശയം. 1968 സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറായ പോൾ എർറിച്ച് പുറത്തിറക്കിയ ദി പോപ്പുലേഷൻ ബോംബ് എന്ന പുസ്തകം അക്കാലത്ത് ലോകമെങ്ങും വലിയ പരിഭ്രാന്തി പരത്തി. 70കളിലും 80കളിലും മനുഷ്യർ ഭൂമിയിൽ പെരുമാറുമെന്നും പെറ്റുപെരുകുമെന്നും വിഭവങ്ങൾ തികയാതെ കോടിക്കണക്കിന് ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് ദാരിദ്ര്യവും യുദ്ധവും കൊണ്ട് മനുഷ്യവംശം തന്നെ ഇല്ലാതാകുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം. ഈ ഭീതിയുടെ അടിസ്ഥാനത്തിലാണ് ചൈന തങ്ങളുടെ കടുത്ത ഒറ്റക്കുട്ടി നയം പോലെയുള്ള കരിനിയമങ്ങൾ നടപ്പിലാക്കിയത്. എന്നാൽ 50-ലധികം വർഷങ്ങൾക്കിപ്പുറം കാലം ആ പ്രവചനങ്ങളെ പൂർണ്ണമായും തിരുത്തി കുറിച്ചിരിക്കുന്നു. ഇന്ന് ശാസ്ത്രലോകവും ഭരണാധികാരികളും ഭയപ്പെടുന്നത് ജനസംഖ്യാ വർധനവിനെയല്ല, മറിച്ച് അതിവേഗം താഴോട്ട് പതിക്കുന്ന ജനനിരക്കിനെയും അതിലൂടെ ഉണ്ടാകാൻ പോകുന്ന ജനസംഖ്യാ ചുരുക്കത്തെയുമാണ്. ടെസ്ല മേധാവി ഇലോൺ മസ്ക്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വരെയുള്ള ലോക നേതാക്കൾ ഇന്ന് ആഗോളതലത്തിൽ ഈ പ്രതിസന്ധിയെക്കുറിച്ച് നിരന്തരം ആകുലപ്പെടുന്നുണ്ട്. മനുഷ്യ ചരിത്രത്തിൽ ഇന്നേ വരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു ജനസംഖ്യാപരമായ തകർച്ചയിലേക്കാണ് ലോകം ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. 1950-കൾക്ക് ശേഷം ആഗോള പ്രസവ നിരക്ക് പകുതിയിലധികമായി കുറഞ്ഞിട്ടുമുണ്ട്. വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OECD രാജ്യങ്ങളിലെ ശരാശരി ജനന നിരക്ക് ഇപ്പോൾ വെറും 1.46 ആണ്. ഒരു രാജ്യത്തെ ജനസംഖ്യ വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യാതെ അതേപടി നിലനിർത്താൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ നിരക്ക് 2.1 ആണ്. അതായത് 2 മാതാപിതാക്കൾക്ക് പകരം 2 കുട്ടികളെങ്കിലും ജനിച്ചാലേ ജനസംഖ്യ സ്ഥിരതയോടെ മുന്നോട്ട് പോകും. എന്നാൽ ഭൂരിഭാഗം വികസ്വര രാജ്യങ്ങളിലും നിരക്കുകൾ ഇതിനേക്കാൾ വളരെ താഴെയാണ്. ഈ നൂറ്റാണ്ടിന്റെ മധ്യത്തോടെയാണ് അല്ലെങ്കിൽ അതിന് മുൻപോ ആഗോള ജനസംഖ്യ അതിന്റെ പരമാവധിയിൽ എത്തുകയും പിന്നീട് കുത്തനെ താഴോട്ട് പതിക്കുകയും ചെയ്യുമെന്നാണ് ആധുനിക പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രമുഖ രാജ്യങ്ങളിലെ നിലവിലെ അവസ്ഥ പരിശോധിച്ചാൽ ഈ ഭീതി വ്യക്തമാകും. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ ഉണ്ടായിരുന്ന ചൈനയിൽ ഇപ്പോൾ തുടർച്ചയായ 4-ാം വർഷം ജനസംഖ്യ ഇടിവ് രേഖപ്പെടുത്തുന്നു. ദശകങ്ങളോളം നടപ്പിലാക്കിയ ഒറ്റക്കുട്ടി നയത്തിന്റെ പാർശ്വഫലങ്ങൾ ഇന്ന് ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ ഉലയ്ക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ജനന നിരക്കുള്ള രാജ്യം ദക്ഷിണ കൊറിയയാണ്. ഇവിടെ 2019 മുതൽ ജനസംഖ്യ തുടർച്ചയായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിദ്യാലയങ്ങൾ കുട്ടികളില്ലാതെ പൂട്ടേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഈ രാജ്യം. യൂറോപ്പിലെ വൻശക്തിയായ ജർമ്മനിയിൽ 1972 മുതൽ ജനനങ്ങളെക്കാൾ കൂടുതൽ മരണങ്ങളാണ് നടക്കുന്നത്. കുടിയേറ്റക്കാരുടെ വരവാണ് പല യൂറോപ്യൻ രാജ്യങ്ങളെയും താൽക്കാലികമായി പിടിച്ചു നിർത്തുന്നത്. ജപ്പാൻ, തായ്ലൻഡ്, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളും സമാനമായ പ്രതിസന്ധിയിലാണ്. ജപ്പാനിൽ പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുകയും യുവാക്കൾ കുറയുകയും ചെയ്യുന്നത് വഴി വലിയ തൊഴിൽ ക്ഷാമമാണ് നേരിടുന്നത്. കുടിയേറ്റക്കാരില്ലെങ്കിൽ UK, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ ജനസംഖ്യ ഇപ്പോഴേ കുത്തനെ ഇടിയുമായിരുന്നുവെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആരോഗ്യം, വൈദ്യശാസ്ത്ര രംഗത്തുണ്ടായ വിപ്ലവകരമായ പുരോഗതി, വാക്സിനേഷൻ, മികച്ച പോഷകാഹാരം എന്നിവ കാരണം മനുഷ്യന്റെ ശരാശരി ആയുസ് ഗണ്യമായി വർദ്ധിച്ചിട്ടുമുണ്ട്. ദീർഘായുസ് എന്നത് മനുഷ്യരാശിയുടെ വലിയൊരു വിജയമായി കണക്കാക്കാമെങ്കിലും നിലവിലുള്ള ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഇതൊരു കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഒരു വശത്ത് പുതിയ കുട്ടികൾ ജനിക്കാതിരിക്കുകയും മറുവശത്ത് നിലവിലുള്ളവർ ദീർഘകാലം ജീവിക്കുകയും ചെയ്യുമ്പോൾ രാജ്യത്തെ വാർദ്ധക്യബാധിത സമൂഹമായി മാറുന്നു. നിലവിലുള്ള നമ്മുടെ സാമ്പത്തിക മാതൃകകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അധ്വാനിക്കുന്ന യുവാക്കളുടെ എണ്ണം എപ്പോഴും പ്രായമായവരെക്കാൾ കൂടുതലായിരിക്കുമെന്ന ധാരണയിലാണ്. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ചലനാത്മകമായിരിക്കാൻ ജോലി ചെയ്യാൻ ശേഷിയുള്ള യുവാക്കൾ അത്യന്താപേക്ഷിതമാണ്. ഉദാഹരണത്തിന് ഓസ്ട്രേലിയ പോലുള്ള വികസിത രാജ്യങ്ങളിൽ നികുതി പണത്തിന്റെ വലിയൊരു പങ്കും വരുന്നത് ഈ തൊഴിൽ മേഖലയിൽ നിന്നാണ്. ഈ ഘടന തകിടം മറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഇവയാണ്. വിരമിക്കുന്ന പ്രായമായവർക്ക് പകരമായി പുതിയ തലമുറ തൊഴിൽ വിപണിയിലേക്ക് എത്താത്തതിനാൽ സർക്കാരുകളുടെ നികുതി വരുമാനം കുത്തനെ കുറയും. മുതിർന്ന പൗരന്മാരുടെ എണ്ണം കൂടുമ്പോൾ അവർക്കായുള്ള പെൻഷൻ, സൗജന്യ ആരോഗ്യ പരിപാലനം, സോഷ്യൽ സെക്യൂരിറ്റി എന്നിവയ്ക്കായി സർക്കാരുകൾ ഭീമമായ തുക ചെലവഴിക്കേണ്ടി വരുന്നു. യുവാക്കളുടെ കുറവ് കമ്പനികളിലും വ്യവസായശാലകളിലും വലിയ തൊഴിൽ ക്ഷാമം സൃഷ്ടിക്കും. ഇത് രാജ്യങ്ങളുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തെ ദോഷകരമായി ബാധിക്കും. ഈ സാമ്പത്തിക പ്രതിസന്ധി മുൻകൂട്ടി കണ്ടുകൊണ്ട് പല രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകാൻ ജനങ്ങളോട് പരസ്യമായി ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിൽ ഇതിനൊരു മികച്ച ഉദാഹരണമുണ്ട്. 2004 അന്നത്തെ ഓസ്ട്രേലിയൻ ട്രഷറർ പീറ്റർ ഗോസ്റ്റെല്ലോ ജനനിരക്ക് കൂട്ടാനായി ജനങ്ങളോട് പറഞ്ഞത് വലിയ പ്രശംസനീയമായിരുന്നു. ഒന്ന് അമ്മയ്ക്കും, ഒന്ന് അച്ഛനും, ഒന്ന് രാജ്യത്തിനു വേണ്ടി. കുട്ടികൾ ഉണ്ടാകുന്ന ദമ്പതികൾക്ക് സർക്കാർ വൻതോതിൽ പണമായി ബോണസ് നൽകുന്ന നയങ്ങളും അദ്ദേഹം നടപ്പിലാക്കി. എന്നാൽ കേവലം ഒരു ബോണസ് തുക നൽകിയത് കൊണ്ട് മാത്രം ദമ്പതികൾ കൂടുതൽ കുട്ടികളെ പ്രസവിക്കില്ലെന്ന് ചരിത്രവും വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ കുട്ടികൾ ഉണ്ടാകാൻ ദമ്പതികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങളും വീട്ടുവാടക ഇളവുകളും പ്രഖ്യാപിച്ചിട്ടും അവിടുത്തെ ജനന നിരക്ക് ഉയരുന്നില്ല.
ഇതിനർത്ഥം പ്രശ്നം സാമ്പത്തികമായി ഉത്തേജന പാക്കേജുകൾക്ക് അപ്പുറത്താണെന്നാണ്. ഇന്നത്തെ പുതിയ തലമുറയിലെ യുവാക്കൾ സ്വാർത്ഥരും ഉത്തരവാദിത്തം ഇല്ലാത്തവരുമായതുകൊണ്ടാണ് കുട്ടികളെ വേണ്ടെന്ന് വെക്കുന്നത് എന്നൊരു പൊതു വിമർശനവുമുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. കുട്ടികൾ ഉണ്ടാകുന്നത് വ്യക്തിപരമായ താല്പര്യക്കുറവ് കൊണ്ടല്ല, മറിച്ച് ജീവിക്കുന്ന ചുറ്റുപാടുകൾ കുട്ടികളെ വളർത്താനൊട്ടും അനുയോജ്യമല്ലാത്തത് കൊണ്ടാണെന്ന് യുവാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഭാവി സുരക്ഷിതമല്ലെന്ന ഭയം കാരണം ആഗ്രഹം ഉണ്ടായിട്ടും കുട്ടികൾ വേണ്ടെന്ന് വെക്കുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ സർവേയിൽ 5-ൽ ഒരാൾ സമ്മതിക്കുന്നുമുണ്ട്. യുവാക്കളെ ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇവയാണ്. ഓസ്ട്രേലിയ, കാനഡ, UK തുടങ്ങിയ രാജ്യങ്ങളിലും വലിയ മെട്രോ നഗരങ്ങളിലും സ്വന്തമായി ഒരു വീട് വാങ്ങുകയോ വാടകയ്ക്ക് എടുക്കുകയോ ചെയ്യുക എന്നത് ഇന്നത്തെ യുവാക്കൾക്ക് അപ്രാപ്യമായ കാര്യമായി മാറിയിരിക്കുന്നു. വരുമാനത്തിന്റെ വലിയൊരു പങ്ക് വാടകയ്ക്കായി മാറ്റിവെക്കേണ്ടി വരുമ്പോൾ മറ്റൊരു കുട്ടിയെ കൂടി വളർത്താനുള്ള സ്ഥലം കണ്ടെത്തുകയോ അതിനുള്ള ചിലവ് വഹിക്കുകയോ ചെയ്യുക എന്നത് അസാധ്യമായി മാറുന്നു. ഇന്നത്തെ തൊഴിൽ വിപണി പണ്ടത്തെ പോലെ സുരക്ഷിതമല്ല. എപ്പോൾ വേണമെങ്കിലും ജോലി നഷ്ടപ്പെടാമെന്ന അവസ്ഥയിലാണ് പലരും ജീവിക്കുന്നത്. കൂടാതെ ഉയർന്ന ജീവിത ചെലവ്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഡേ കെയറുകൾക്കുമായി വരുന്ന ഭീമമായ തുകയും ദമ്പതികളെ ഒരൊറ്റ കുട്ടിയിൽ ഒതുങ്ങാനോ അല്ലെങ്കിൽ കുട്ടികളെ വേണ്ടെന്ന് വെക്കാനോ പ്രേരിപ്പിക്കുന്നു. ഇന്ന് പല സമൂഹങ്ങളിലും കുട്ടികളെ വളർത്തുന്നതിന്റെ പ്രധാന ഉത്തരവാദിത്തം സ്ത്രീകളിൽ മാത്രമായി ഒതുങ്ങുന്നു. ഉയർന്ന വിദ്യാഭ്യാസം നേടി കരിയറിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് പ്രസവത്തോടെ തങ്ങളുടെ ജോലി ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ഭയവുമുണ്ട്. തൊഴിലിടങ്ങളിൽ പ്രസവ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാത്തതും പുരുഷന്മാർക്ക് തുല്യമായ പാരന്റൽ ലീവ് ഇല്ലാത്തതും സ്ത്രീകളെ പ്രസവത്തിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നു. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഭൂമിയുടെ ഭാവി അപകടത്തിലാണ്. വിഭവങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ നിറഞ്ഞൊരു ലോകത്തേക്ക് പുതിയൊരു ജീവനെ കൊണ്ടുവരുന്നത് ക്രൂരതയാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം യുവാക്കൾ ഇന്നത്തെ തലമുറയിലുണ്ട്. വരാൻ പോകുന്ന തലമുറയുടെ ഭാവിയെക്കുറിച്ച് അങ്ങേയറ്റം ബോധവാന്മാരാണ് ഇവർ. ആഗ്രഹമുണ്ടായിട്ടും സാമ്പത്തികമായും സാമൂഹികമായും സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ട് മാത്രം കുട്ടികളെ വളർത്താൻ പറ്റാത്ത സാഹചര്യം ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് വലിയൊരു മാനുഷിക ദുരന്തമാണ്. ഇത് കേവലം അക്കങ്ങളുടെ കുറവല്ല, മറിച്ച് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള സാമൂഹിക വ്യവസ്ഥതയുടെ പരാജയമാണ്. കുട്ടികളില്ലാത്ത ഒരു ഭാവിയിൽ നാളത്തെ വൃദ്ധരായ നമ്മളെ ആര് പരിചരിക്കുമെന്ന വലിയൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്.